2025 ജെഇ മെയിൻ സെഷൻ 2 4ാം ദിനമായ ഇന്നത്തെ രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പേരെന്താ? കാർത്തിക, മൂവാറ്റുപുഴ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ നോക്കുകയാണെങ്കിൽ? ഓവറോൾ മോഡറേറ്റ് എക്സാം തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര പാടൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര എളുപ്പം എന്നും പറയാൻ പറ്റില്ല. സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? സബ്ജക്ട് വൈസ് മാത്സ് സ്ഥിരം പോലെ ലെങ്തി ആയിരുന്നു. ഫിസിക്സും ഈ കഴിഞ്ഞ ഷിഫ്റ്റുകളെ പോലെ തന്നെയായിരുന്നു. കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഇത്തിരി ട്രിക്കി ആയിരുന്നു, അല്ലാത്ത അറ്റംപ്റ്റബിൾ ഉണ്ടായിരുന്നു. മാത്സ് ലെങ്തിയാന്ന് പറഞ്ഞു, ഫിസിക്സ് എളുപ്പമാന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഈ എക്സാമിന്റെ തുടക്കത്തെ ആദ്യത്തെ ദിവസം മുതൽ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. കെമിസ്ട്രി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഷിഫ്റ്റിൽ പാട്, അടുത്ത ഷിഫ്റ്റിൽ ഈസി, ഇതിങ്ങനെ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയായിരുന്നു? ഇപ്രാവശ്യം കെമിസ്ട്രി ഭയങ്കര പാടുള്ള ഷിഫ്റ്റുകൾ വന്ന പോലെ അല്ലായിരുന്നു. ഡൂവബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ന്യൂമറിക്കലിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്ന വാല്യൂ അങ്ങനെ ഷുവർ ആക്കി എഴുതാൻ പറ്റുന്ന വാല്യൂസ് അല്ലായിരുന്നു. അപ്പൊ ഒന്ന് വേണ്ട എന്ന് വിചാരിക്കുന്ന ടൈപ്പ് വാല്യൂസ് ഒക്കെ ഉത്തരം കിട്ടിക്കൊണ്ടിരുന്നത്. ലക്ഷ്മി പ്രിയ, കൊല്ലത്തുനിന്ന് വരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ നോക്കി? എക്സാം ഈ പറയുന്ന പോലെ ഈസി ടു മോഡറേറ്റ് ആവാനാണ് സാധ്യത. കാരണം കെമിസ്ട്രി നമുക്ക് പെട്ടെന്ന് എല്ലാ ഷിഫ്റ്റിനെയും പോലെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. കുറച്ചൊന്ന് ചിന്തിക്കുക. ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ കെമിസ്ട്രി നല്ല ലെങ്തി ആയി. പിന്നെ ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സെക്കൻഡ് സെഷനിൽ നമ്മൾ ത്രൂ ഔട്ട് കണ്ടത് ഫിസിക്സ് കുറച്ച് എളുപ്പമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നടന്നു. പക്ഷെ കെമിസ്ട്രി ഈ പറഞ്ഞ പോലെ ഇൻകൺസിസ്റ്റന്റ് ആണ്. April 3 ഫസ്റ്റ് ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരുന്നു കെമിസ്ട്രി, പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ ഇന്ന് അങ്ങനെയല്ലായിരുന്നു. ഫിസിക്കലി കുറച്ച് അതെ അതെ ന്യൂമറിക്കൽ നമുക്ക് ആൻസർ കിട്ടുമ്പോഴും നമുക്ക് ഒരു കുത്തം തോന്നൂല. ഓർഗാനിക്കിന് വെയിറ്റേജ് കുറഞ്ഞു, നല്ലോണം കുറഞ്ഞു. അതുപോലെ തന്നെ ഫിസിക്കലിന്റെ ഒരു കളിയായിരുന്നു ടോട്ടലി. ഇനോർഗാനിക്കിന്നും ഉണ്ടായിരുന്നു. ഇനോർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല സിമ്പിൾ ആയിരുന്നു. മലപ്പുറത്ത് നിന്ന് വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മാത്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും, ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി തോന്നും. പക്ഷെ നമുക്ക് ചെയ്ത് വരുമ്പോ നമുക്ക് ആൻസറിലോട്ട് എത്താൻ ഭയങ്കര കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നിൽക്കുമ്പോൾ പക്ഷെ നമുക്ക് ആ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അധികം ചെയ്യാൻ പറ്റില്ല. ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോ ബ്രില്യന്റിലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് അവിടെ എഴുതി ആ ഒരു എക്സ്പീരിയൻസോട് കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഗുണം ചെയ്തു, ലൈക് ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിലൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു പാറ്റേൺ ഒക്കെ തന്നെ ഫോളോ ചെയ്യണ മാതിരി തോന്നി. അതൊക്കെ കുറെ ഹെൽപ്ഫുൾ ആയിരുന്നു. പേര്? ഹർഷ. എവിടുന്ന് വരുന്നു? കാസർഗോഡ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഇവര് പറഞ്ഞ പോലെ മോഡറേറ്റ് ആയിരുന്നു. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടും തോന്നിട്ടാ, എന്നാ അത്രക്ക് ഈസി അല്ല. മീൻസ് ഫിസിക്സ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിന് ഒരു 3 ചോദ്യങ്ങൾ വന്നായിരുന്നു. മീൻസ് കുറച്ച് ലെങ്തി ആയിരുന്നു അത്യാവശ്യം. മീൻസ് കുറച്ച് ചെയ്തെടുക്കണം. ഒന്ന് ഡയറക്റ്റ് ആയിരുന്നു, ബാക്കി 2 ഡിറൈവ് ചെയ്തെടുക്കണം. കുറച്ച് സ്റ്റെപ്സോട് ചെയ്തെടുത്ത് അതിന്റെ യൂണിറ്റ് കാണാൻ അങ്ങനെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് ഇതായിരുന്നു. പിന്നെ കെമിസ്ട്രീന്റെ പറഞ്ഞാൽ ഫിസിക്കലാണ്. ഫിസിക്കല് കൊറേ ഇങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ ചെയ്ത് വരുമ്പം ഇതാണ് ഉത്തരം എന്ന് തോന്നും നമുക്ക്. കൺഫ്യൂസിങ് ഇതിലും വരുമോ അങ്ങനെ തുടക്കത്തില് ചിലപ്പോ തോന്നും. മീൻസ് ഇത് ചെയ്താൽ കിട്ടുമോ, അങ്ങനെ കൊറേ ടൈമും എടുക്കും. ഇനി അങ്ങനത്തെ ഒരു മോഡലായിരുന്നു. പിന്നെ മാത്സും അങ്ങനെ സീക്വൻസ് ആൻഡ് സീരീസ് 2 വന്നായിരുന്നു. അതെന്ന് പറഞ്ഞാൽ കാണുമ്പോ തോന്നും വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നു. പക്ഷെ ചെയ്യുമ്പോഴത്തേക്ക് എവിടെയോ സ്റ്റക്കാവും, അങ്ങനത്തെ ചില പ്രശ്നം. നമ്മുടെ എക്സാം സെന്റർ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഇപ്പോ കയറുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാട് ഫ്രിസ്കിങ്, ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എക്സാം സെന്റർ ആംബിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രിസ്കിങ്ങും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയി. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സൈഡിൽ ഒരു സീറ്റാണ് കിട്ടിയത്. അപ്പൊ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഇല്ല. അതുപോലെ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ഒന്നാമത് കാലാവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ നല്ല ചൂടുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ വെള്ളം നമുക്കൊരു കുപ്പിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ തീരുമ്പോ പിന്നെ തല വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളം കുടിക്കണമല്ലോ. അപ്പൊ നല്ല ഡീഹൈഡ്രേഷൻ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ 4 പേരോട് കോമൺ ആയിട്ടുള്ള ചോദ്യം ചോദിക്കണം. ഇനിയും കുറച്ച് പേര് അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പേര് നമുക്ക് ഈ ഒരു എക്സാം എഴുതാനുണ്ട്. അവർക്കായിട്ട് ലൈക്ക് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ട്? ലൈക്ക് ഇന്ന ഏതൊരു പോയിന്റിൽ അല്ലെ ഇന്ന ഏതൊരു ടോപ്പിക്കില് ഫോക്കസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കാനുണ്ടോ? സജഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഈ കഴിഞ്ഞ ഇത്രയും ഷിഫ്റ്റിൽ നടന്ന കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. അത് നോക്കിക്കോ, കാരണം അത് പിന്നെയും വരുന്നുണ്ട്. ഈ ഡ്യൂമാസ് മെത്തേഡിൽ തന്നെ അതിൽ ഈ മറ്റേ V0 ആണല്ലോ നമ്മൾ കണ്ടെത്തുന്നത്. അതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാത്തിനും സെയിം സാധന വരുന്നത്. അതാണ് NCERT ഉള്ളതാണ്. ആ ക്വസ്റ്റ്യൻ NCERT അതേമാതിരിയുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ ആ വാല്യൂ പഠിച്ചാൽ ജസ്റ്റ് ആയിട്ട് പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന വരികയാണെങ്കിൽ ഹെൽപ്ഫുൾ ആവും. ആദിത്യൻ. എവിടുന്ന് വരുന്നു? പാലക്കാട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു?
അത്യാവശ്യം മോഡറേറ്റ്, ഈസി ടു മോഡറേറ്റ്. സബ്ജക്ട് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഏതായിരുന്നു പാട്, ഏതായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി അത്യാവശ്യം എളുപ്പമായിരുന്നു, പക്ഷെ മാത്സ് ഇത്തിരി ടൈം കൺസ്യൂമിങ് പാടായിരുന്നു. ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. മോർണിംഗ് സെഷനിലെ കെമിസ്ട്രി ഒക്കെ ഭയങ്കര ഒരു ഈസി ഗോയിങ് ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയായിരുന്നു? അത്യാവശ്യം NCERT തന്നെയാണല്ലോ, പുറത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല, അത്യാവശ്യം എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. ഈ ഇനോർഗാനിക് ഓർഗാനിക് നോക്കുവാണെങ്കിൽ ഏതിൽ നിന്നായിരുന്നു കൂടുതൽ വെയിറ്റേജ് വന്നത്? അത് എല്ലാം ഈക്വൽ ആയിട്ടാ തോന്നുന്നു. ഈക്വൽ ആയിട്ടാണ്. ഓക്കെ. അവിടെ പേര് വിനായക, എവിടെ നിന്ന് വരുന്നു? പത്തനംതിട്ട. പത്തനംതിട്ട. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം മാത്സ് അത്യാവശ്യം പാടായിരുന്നു, പിന്നെ ഫിസിക്സും കെമിസ്ട്രി എളുപ്പമായിരുന്നു. ഈ പാടെന്ന് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പറ്റാത്ത വിധം പാടായിരുന്നോ അതോ ലെങ്ത് പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്? ലെങ്തി പക്ഷെ ചെയ്യാൻ പറ്റുന്നൊക്കെയാ, ടൈം ഇച്ചിരി കുറവായിരുന്നു. കുറച്ചുകൂടെ ടൈം ചെയ്യാൻ പറ്റിയാണ്. ഓക്കെ. അപ്പൊ സെഷൻ 1 അറ്റൻഡ് ചെയ്ത ആളാണ്. സെഷൻ 1-ൽ നിന്ന് സെഷൻ 2-ലേക്ക് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വിച്ച് വാസ് ബെറ്റർ? എന്റെ കിട്ടിയ സെക്ഷൻ വെച്ച് എനിക്ക് സെക്ഷൻ 2 ആയിരുന്നു ബെറ്റർ. സെഷൻ 2 ആയിരുന്നു ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ. അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മെയിൻ എക്സാമിലേക്ക് വരുന്നത്. അപ്പൊ അത്രയും മോഡൽ എക്സാം എഴുതിയതിന്റെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് ഗുണം ചെയ്തെന്ന് പറയാൻ പറ്റും? നല്ലപോലെ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം ഫിസിക്സിൽ വീക്കാ, പക്ഷെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്തു പോയതുകൊണ്ട് എനിക്ക് ഇവിടെ നല്ലപോലെ ചെയ്യാൻ പറ്റി. പിന്നെ മാത്സ് ആയിരുന്നെങ്കിലും അതാണ്, ഇച്ചിരി ടൈം കിട്ടിയായിരുന്നെങ്കിൽ മാത്സും ചെയ്യാൻ പറ്റാൻ. ഓക്കെ. എക്സാം ഫിയർ എന്ന് പറഞ്ഞൊരു ഘടകം നമുക്ക് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ തോന്നിയില്ല. ആ ഒരു ബുദ്ധിമുട്ട് ആ ചൂടിന്റെ അത് ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം വളരെ കൂളായിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അവിടെ പേര്? നിഹാൽ. ഓക്കെ. എവിടെ നിന്ന് വരുന്നു? ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നത്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഓവറോൾ പറയാം? എക്സാം ഒരു മോഡറേറ്റ് ടു ഈസി കാറ്റഗറിയിൽ പറയാം ലെവലായിരുന്നു. ഓക്കെ. മാത്സ് ഒക്കെ എങ്ങനെയാണ്? മാത്സ് ലൈക്ക് നമ്മൾ സെലക്ടഡ് ആയിട്ട് ചെയ്ത 14 അറ്റംപ്റ്റ് അങ്ങനെ കിട്ടുന്ന ടൈപ്പ് തന്നെയായിരുന്നു. ഓക്കെ. ലെങ്ത് ഇച്ചിരി കൂടുതലാന്ന് എല്ലാരും പറയുന്നുണ്ട്, താങ്കൾക്കും അങ്ങനെ? ചെറുതായിട്ടുണ്ട്. ഓക്കെ. സെഷൻ 1-ൽ നിന്ന് നോക്കുമ്പോൾ ഇത് ലൈക്ക് വാസ് ഇറ്റ് ടഫർ ഓർ വാസ് ഇറ്റ് ഈസി ഫോർ യു? ഈസി ആയിട്ടാണ്. സെഷൻ 1 താങ്കൾ കുറച്ച് ടഫായിരുന്നു, സെഷൻ 2 ഈസി ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ. കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, ലൈക്ക് ഇനിയും കുറച്ച് പേരോട് നമുക്ക് എക്സാം എഴുതാനായിട്ടുണ്ട്. അവരോട് നമുക്ക് എന്ത് സജഷൻ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ലൈക്ക് എവിടെയെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന്, ലൈക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻ? എല്ലാം ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിച്ചാൽ മതി. ലാസ്റ്റ് ഡേ ആകുമ്പോൾ ഈ ബ്രെയിൻ പോയിന്റർ നോക്കി പോയാൽ നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇന്നത്തെ സെക്ഷൻ ആണെങ്കിൽ ഇനോർഗാനിക്കും ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈക്വൽ ആയിട്ട് വെച്ചാൽ ആദ്യത്തെ 3 ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇനോർഗാനിക് ആയിരുന്നു കൂടുതൽ, അതായിരുന്നു. ഇന്നത്തെ സെക്ഷനിൽ എല്ലാം ഈക്വൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ പറയാനുള്ള ബ്രെയിൻ പോയിന്റർ നല്ലപോലെ നോക്കി പോവാം. ബ്രെയിൻ പോയിന്റർ നല്ലപോലെ നോക്കി പോയാൽ മതി. ഇനിയിപ്പോ എല്ലാം റിവിഷൻ ചെയ്യാൻ പോയാൽ നല്ല ടൈം കിട്ടുമല്ലോ. ബ്രെയിൻ പോയിന്റർ അത്ര എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് നോക്കുമ്പോൾ. സാരാംശ്. എവിടുന്ന് വരുന്നു? ഞാൻ കോട്ടയത്ത് തന്നെയാണ്. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എളുപ്പമല്ല, അത്ര പാടില്ല, എന്നാൽ അബവ് ആവറേജ് എന്ന് പറയാൻ പറ്റും. സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ ഫിസിക്സ് എളുപ്പാ, കുറെ ഒക്കെ ഫോർമുല അറിയാമെങ്കിൽ തന്നെ ചെയ്യാം. 2-3 ഉണ്ട് അത്യാവശ്യം കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ്. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ പാടാന്ന് പറയില്ല, കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാലും എളുപ്പമല്ല. ഓക്കെ. ഇപ്പൊ രാവിലത്തെ ഷിഫ്റ്റിൽ കെമിസ്ട്രി ഭയങ്കര എളുപ്പമായിരുന്നു അഭിപ്രായം ഉണ്ടായിരുന്നു. എളുപ്പമല്ല. കഴിഞ്ഞ ജാനുവരി ഷിഫ്റ്റിലാണെങ്കിൽ കെമിസ്ട്രി നോക്കി എഴുതായിരുന്നു, ഇപ്പൊ നോക്കി ആൻസർ ഇടാൻ പറ്റത്തില്ല, ഒന്ന് അറിയണം. മാത്സ് ലെങ്തി ആണ്, കുറച്ച് പാടാണ്. സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യണം, എളുപ്പമുള്ള നോക്കി ചെയ്യണം. എല്ലാം കൂടെയും ചെയ്യാനിരുന്ന സമയവും കിട്ടത്തില്ല. ടൈം മാനേജ്മെന്റ് കുറച്ച് മടുപ്പായിരുന്നു. മാത്സ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു. സെഷൻ 1 അറ്റൻഡ് ചെയ്ത ആളാന്ന് പറഞ്ഞല്ലോ. ഈ സെഷൻ 1 ആൻഡ് സെഷൻ 2 കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഏതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് താങ്കൾ? സെഷൻ 1 എനിക്ക് 24 ജാൻ ഷിഫ്റ്റ് 2 കിട്ടി, അത് എളുപ്പ ഷിഫ്റ്റ് ആയിരുന്നു. അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് പാടാണ്. സോ സെഷൻ 1 വാസ് കമ്പാരിറ്റീവ്ലി ഹാർഡർ ദാൻ ദിസ്. പക്ഷെ അത് എളുപ്പമാകുമ്പോൾ അതിന്റെ കട്ട് ഓഫും ഹയർ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇത് പാടാകുമ്പോൾ കട്ട് ഓഫ് കുറയുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.